കേരളത്തിന്റെ എത്രാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റത്? 23-മത്. ഗോവ സ്വദേശിയായ അർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി നിയമിതനായ ഒഴിവിലാണ് അർലേക്കർ ചുമതലയേറ്റത്. ഗോവ സംസ്ഥാനത്തെ മന്ത്രി, നിയമസഭാ സ്പീക്കർ, ഹിമാചൽ പ്രദേശ് ഗവർണർ തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ സംഭാവന കൈപ്പറ്റിയ രാഷ്ട്രീയ കക്ഷി ബിജെപി. 2244 കോടി രൂപയാണ് സംഭാവനയായി കൈപ്പറ്റിയത്. 2022-23 കൈപ്പറ്റിയതിനേക്കാൾ മൂന്നിരട്ടി വർധനവുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് 2023-24 ലഭിച്ചത് 288.9 കോടി രൂപയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കണക്ക് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാമിൽ നടന്ന സമ്മേളനത്തിന്റെ 100-ാം വാർഷികം 2024 ആഘോഷിച്ചു. എന്തായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം? ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക സമ്മേളനം. 1924 ഡിസംബർ 26 മുതൽ 28 വരെയായിരുന്നു കർണാടകയിലെ ബെൽഗാമിൽ, ഇപ്പോൾ ബെലഗാവി എന്നറിയപ്പെടുന്ന ബെൽഗാമിൽ സമ്മേളനം നടന്നത്. ഇന്ത്യ-പാക് വിഭജനത്തിന്റെ സ്തോഭജനകമായ സംഭവങ്ങൾ പകർത്തിയ ഐസ് കാൻഡിമാൻ എന്ന നോവലിന്റെ രചയിതാവായ പാകിസ്താനി എഴുത്തുകാരി അടുത്തിടെ അന്തരിച്ചു. പേര് ബാപ്സി സിദ്വ. ഇന്ത്യൻ കനേഡിയൻ സംവിധായകനായ ദീപ മേത്ത ഐസ് കാൻഡിമാൻ എർത്ത് എന്ന പേരിൽ ചലച്ചിത്രമാക്കി. ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ദീപ മേത്തയുടെ വാട്ടർ എന്ന സിനിമയെ ആധാരമാക്കി സിദ്വ വാട്ടർ എ നോവൽ എന്ന പേരിൽ നോവൽ രചിച്ചിട്ടുണ്ട്. ദി ക്രോ ഈറ്റേഴ്സ്, ആൻ അമേരിക്കൻ ബ്രാറ്റ് തുടങ്ങിയവയാണ് മറ്റ് പ്രധാന കൃതികൾ. കറാച്ചിയിലെ പാഴ്സി കുടുംബത്തിൽ ജനിച്ച സിദ്വ യുഎസിലെ ഹൂസ്റ്റണിയയിലാണ് അന്തരിച്ചത്. 2024 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള എഴുത്തുകാരൻ എം.ഡി. വാസുദേവൻ നായർ 1933 ജൂലൈ 15-ന് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു. ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി 1954 മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. 4 കെട്ടാണ് പുസ്തക രൂപത്തിൽ പുറത്തുവന്ന ആദ്യ നോവൽ. ഇതിന് 1958 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം തുടങ്ങിയ പ്രശസ്ത നോവലുകളാണ്. സ്വന്തം ചെറുകഥയായ സ്നേഹത്തിന്റെ മുഖങ്ങൾക്ക് മുറപ്പെണ്ണ് എന്ന പേരിൽ തിരക്കഥ രചിച്ചുകൊണ്ട് 1965 ചലച്ചിത്രം രംഗത്തെത്തി. 50-ലേറെ തിരക്കഥകൾ രചിച്ച എം.ഡി. 7 സിനിമകൾ സംവിധാനം ചെയ്തു. 1973 എം.ഡി. സംവിധാനം ചെയ്ത നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു. ഈ ചിത്രത്തിന്റെ അഭിനയത്തിലൂടെയാണ് പി.ജെ. ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഫരത്ത് ലഭിച്ചത്. 1995 സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠം ലഭിച്ചു. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ 2005, എഴുത്തച്ഛൻ പുരസ്കാരം 2021, ജെ.സി. ഡാനിയൽ അവാർഡ് 2013 തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരവും ജെ.സി. ഡാനിയൽ പുരസ്കാരവും ലഭിച്ച ഏക വ്യക്തിയാണ് എം.ടി. വാസുദേവൻ. മലയാളമാണ് എന്റെ ഭാഷ എന്ന് തുടങ്ങുന്ന കേരളത്തിലെ ഭാഷാപ്രതിജ്ഞ രചിച്ചത് എം.ടി. ആണ്. കേരള സാഹിത്യ അക്കാദമി, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുടങ്ങിയവയുടെ അധ്യക്ഷത പദവി വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്ന് ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻ മെയർ പാർലമെന്റ് പിരിച്ചുവിട്ടു. പാർലമെന്റിന്റെ പേര് ബുണ്ടസ്റ്റാഗ്. ഡിസംബറിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ചാൻസലർ ലോഫ് ഷോൾസ് പരാജയപ്പെട്ടിരുന്നു. ഫെബ്രുവരി 23-ന് തിരഞ്ഞെടുപ്പ് നടക്കും. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം കൊനേരു ഹംപി ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയുടെ ഐറിൻ സുഗന്ധറിനെയാണ് തോൽപ്പിച്ചത്. 2-ാം തവണയാണ് ആന്ധ്രാപ്രദേശുകാരിയായ ഹംപി അതിവേഗ ചെസ്സിലെ ലോക ജേതാവായത്. 2019 മോസ്കോയിലായിരുന്നു ആദ്യ കിരീടം. സമ്മാനമായി ഹംപിക്ക്
$60,000 ഏകദേശം 51 ലക്ഷം രൂപ ലഭിച്ചു. റഷ്യയുടെ വോളോദർ മൊർസിനാണ് ഓപ്പൺ വിഭാഗത്തിലെ ചാമ്പ്യൻ. അടുത്തിടെ 100-ാം വയസ്സിൽ അന്തരിച്ച ജിമ്മി കാർട്ടർ യുഎസിന്റെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? 39. 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ മുൻ പ്രസിഡന്റാണ്. 1977 മുതൽ 1981 വരെ പ്രസിഡന്റ് പദവി വഹിച്ചു. ഇസ്രായേൽ-ഈജിപ്ത് സംഘർഷം അവസാനിപ്പിച്ച് കാർട്ടറുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി 1978 പ്രസിദ്ധമാണ്. 2002 സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചു. കാർട്ടറുടെ പേരിലുള്ള ഹരിയാനയിലെ കൊച്ചു ഗ്രാമമാണ് കാർട്ടർപുരി. 1978 ഇന്ത്യ സന്ദർശനത്തിനിടെ കാർട്ടർ ഈ ഗ്രാമത്തിലെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയത്.